നിഫ്റ്റിയിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡ് ബുള്ളിഷാണ്. അതിൽ ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് ഡിമാൻഡ് ഏരിയയിലാണ് മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പും ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, SMT എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി അത് കഴിഞ്ഞ് നോക്കുന്നതാണ് നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഉണ്ട്. പ്ലസ് മൾട്ടിപ്പിൾ ടൈം റിജക്ഷൻ ചെയ്ത ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് അതിൻ്റെ ഹൈ കട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പിന്നെയും ഒരു കൺസോൾട്ടേഷൻ, മുന്നേ ഈ ഏരിയയിൽ ഇങ്ങനെ തന്നെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെ പിന്നെയും ഒരു കൺസോൾട്ടേഷൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്നും കൂടി ലോല് വന്ന് റിട്രേസ്മെൻ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഈ ഹൈ കട്ട് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ നടന്ന മൂവ്മെൻറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഗ്യാൻ ബോക്സ് വെച്ച് നോക്കുന്നതാണെങ്കിൽ അതിൻ്റെ ലോ വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ 25,240 എന്നുള്ളത് മുന്നേ മൾട്ടിപ്പിൾ ടൈം ഫെയിലായ ഏരിയ ആണ്. അപ്പോൾ മാക്സിമം ഈ ഒരു സോണിലോട്ടേക്കായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വരിക. ഓക്കെ, ഇനി ഏകദേശം ഇവിടെ നോക്കുന്ന സമയത്ത് 50% ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. അപ്പോൾ ഏകദേശം നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മാർക്കറ്റിൽ അടുത്ത റിവേഴ്സൽ മൊമെൻ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി 4 hour ടൈം ഫ്രെയിമിലും ഏകദേശം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്. ഇനി അടുത്ത് നോക്കാം 30 minutes. യെസ്, 30 minutesൽ മാർക്കറ്റ് ഇവിടെ വരാനാണ് സാധ്യത കൂടുതൽ, ഈ ഒരു സോണിലോട്ട് ഇവിടെ വന്നിട്ടായിരിക്കും ഇനി ഒരു അപ്സൈഡ് മൊമെൻ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ലാസ്റ്റിലുള്ള സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. ഇന്ന് കറൻ്റ്ലി നോക്കുന്ന സമയത്ത് 5 minutesൽ അല്ലെങ്കിൽ 50 minutesൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് രണ്ടാമതും സപ്ലൈ ആക്ട് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നാണ് ഈ ഒരു സെല്ലിങ് വന്നത്. പിന്നെന്ത് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് അടുത്ത സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ പിന്നെയും ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ സ്വിങ് ഹൈന് എന്ത് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ട് അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. ഓക്കെ, മാർക്കറ്റ് രണ്ടാമത് അത് കളക്ട് ചെയ്തിട്ട് ഇവിടെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നല്ല ഡിമാൻഡ് ഏരിയാസ് നോക്കാം. ഇത് 50 minutesൽ വരുന്നത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയയും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയ ആണ്. ദെൻ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും മാക്സിമം വന്നാലും ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരിക, ഒരു 25,000 വരെ മാക്സിമം. പക്ഷേ 25,000 എത്രയുള്ള ചാൻസ് വളരെ കുറവാണ്. വരുന്നുണ്ടെങ്കിൽ 25,000 വരെ മാക്സിമം താഴോട്ട് വരുള്ളൂ, ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരെ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് എവിടുന്നേലും ഒരു റിവേഴ്സലാണ് ഉണ്ടായിരിക്കുക. അത് കൂടുതലും വേണമെങ്കിൽ ഈ 50 minutes FEG ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഇതുപോലെ തന്നെ റിവേഴ്സലും വരാം. ഇനി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്നതാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ 240 എന്നുള്ള പോയിന്റിലോട്ട് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് എടുത്തിട്ട് അപ്സൈഡ് മൊമെൻ്റ് വരാം. ഇങ്ങനെ എന്തായാലും ഈ 26,400 എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈയിലോട്ട് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.